ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ബാലൂസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഭിവണ്ടിയിലാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം ഇതാണ്. ഇതേ നമ്മൾ ടെൻ്റൊക്കെ ഉണ്ട്, മാച്ച് ചെയ്ത് നിൽക്കുന്നു. അളിയനും അരുഞ്ചാടിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാസിക്കിലേക്ക് പോവുകയാണ്. നാസിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ടെൻ്റൊക്കെ ഫോൾഡ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ യാത്ര തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, സൗണ്ട് പോകുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, നേരെ നാസിക്കലിലേക്കാണ്. അപ്പോൾ ഇനി കാഴ്ചകൾ പോകുന്ന വഴിക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇപ്പുറത്ത് വന്നിട്ടേ വേറൊരു ഷെല്ലിൻ്റെ പമ്പിൽ നിർത്തി. എന്താണെന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് മുഴുവൻ പൊടിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തെ പമ്പിലേ കുളിക്കാൻ പറ്റിയില്ല, വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ കുളിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് ഷെല്ലിൻ്റെ പമ്പിൽ വന്നിട്ട് നമ്മൾ വണ്ടി മുഴുവൻ ഒന്ന് ക്ലീനും ചെയ്തു, കുളി പാസ്സാക്കി. അങ്ങനെ ഒന്ന് ഫ്രഷായി. മറ്റേ അടുത്ത് ബാത്റൂമിൽ പോകാൻ മാത്രമേ പറ്റുള്ളൂ, അവിടെ കുളിക്കാനായിട്ട് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി മുഴുവൻ ഒന്ന് എല്ലാം പുറത്ത് അടിച്ചിട്ട് ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കി, കുളി കഴിഞ്ഞു, വണ്ടി ക്ലീനിങ് കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി, എല്ലാം സെറ്റായി. വണ്ടി ഉള്ളിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ഞാൻ ചെറിയ എഡിറ്റിങ്ങും പരിപാടികളും. അപ്പോൾ അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര ഇരിക്കുകയാണ്. എങ്ങടാ മാറ്റി പോണേ? നാസിക് 120 കിലോമീറ്റർ. അപ്പോൾ ഓക്കെ, വഴിയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ്. ഞങ്ങൾ അവിടെ പമ്പിൻ്റെ അവിടെ നിന്ന് കുക്ക് ചെയ്യരുതെന്ന് അവർ പറഞ്ഞു. അത് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പിന്നെ ഒരു ധാബയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. ഒരു 15 കിലോമീറ്റർ ഞങ്ങൾ ഓടിയിട്ടുള്ളൂ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പയ്യെ ധാബയിൽ ഭക്ഷണം കഴിക്കാൻ കയറുവാണ്. നമുക്ക് എന്തൊക്കെയാണ് ഭക്ഷണം എന്നൊക്കെ നോക്കാം. അപ്പോൾ അളിയ, നമ്മൾ ഭക്ഷണം എന്താ ഓർഡർ ചെയ്തേണേ? ഭക്ഷണം തന്തൂർ റൊട്ടിയും പിന്നെ ചന്ന മസാല. നമ്മുടെ ചന്ന മസാല വന്നിട്ടുണ്ട്, ചന്ന മസാല തന്തൂർ റൊട്ടി, അടിപൊളി. അരിഞ്ചേട്ടൻ എടുക്കണു. ഇതെന്താ? അച്ചാർ, പിക്കിളും. അതാ നമ്മളെ ഫേവറേറ്റ് സാധനം ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരു കറിയും കൂടെ ഓർഡർ ചെയ്തു, സേവ് ബാജി, മിക്സർ ഇട്ടിട്ടുള്ള കറിയാ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 15 കിലോമീറ്റർ മാക്സിമം ഓടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനി പോകുന്ന വഴിയിൽ വിശേഷങ്ങൾ കാണാം. എന്നാളിയാ വേഗം വണ്ടി നിർത്തുമെന്ന് പറഞ്ഞേ? നല്ല അടിപൊളി ഓറഞ്ചൊക്കെ. ഞാൻ പേടിച്ചു പോയല്ലോ, വേഗം വണ്ടി ചവിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല ഓറഞ്ച് അളിയൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു. അളിയൻ പെട്ടെന്ന് വണ്ടി ചവിട്ട് സൈഡാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് വാങ്ങിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓറഞ്ച് 1 കിലോ ആണ് അളിയാ വാങ്ങിച്ചേ. 1 കിലോ ഓറഞ്ചും 1/2 കിലോ പേറും വാങ്ങിച്ചിട്ടുണ്ട്. അത് അളിയന് നേരത്തെ പറഞ്ഞായിരുന്നു വലുത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണമെന്ന്, അങ്ങനെ വാങ്ങിച്ചാ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ചു പോവാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നമ്മളിവിടെ നിൽപ്പുണ്ട്. ഇത് ഹൈവേ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നു. ഇത് എങ്ങനെയുള്ള ലക്നൗ മുംബൈ ട്രെയിനാണേ. നമ്മളിങ്ങനെ നാസിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ താഴെയുള്ളൂ നാസിക്ക്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് മുഴുവൻ ഇങ്ങനെ മലകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയൊക്കെ കാഴ്ചകൾ. അപ്പോൾ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ കാഴ്ചകൾ കാണുന്നു. അപ്പോൾ നാസിക്കിൽ എത്തിയിട്ട് കാണാം.
അങ്ങനെ നാസിക്കിലെത്തി. ഇപ്പം നാസിക്ക് ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ നാസിക്കിൻ്റെ സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കാണാം നമുക്ക്. ഇപ്പം സമയം ഏതാണ്ട് 11:30 അപ്പോൾ അങ്ങനെ ഇനി ഫ്ലൈ ഓവറൊക്കെ ഇറങ്ങി നമ്മൾ ഇനി എന്താണ് നമ്മൾ സബ്ജി മാർക്കറ്റോ അല്ലല്ലോ, ഓണിയൻ മാർക്കറ്റിലേക്ക് ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഓണിയൻ മാർക്കറ്റ് ചെന്നിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ നാസിക്കിലെ വെജിറ്റബിൾ മാർക്കറ്റാണിത്. നമ്മളിപ്പോൾ എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നാസിക്കിലെ സവാളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും വലിയൊരു മാർക്കറ്റിലാണ്. അപ്പോൾ ഇതിവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയും ഈ മറ്റേ നമ്മുടെ മാതള നാരങ്ങയുടെ നമ്മൾ മാർക്കറ്റ് കണ്ടില്ലേ, അതേപോലെ തന്നെ രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ തിരക്കുള്ളത്. വൈകിട്ടാകുമ്പോഴേക്കും കർഷകർ ഇത് സവാളയെല്ലാം ഇവിടെ കൊടുക്കും, രാവിലെ ലോഡ് ഇവിടുന്ന് കയറിപ്പോവും. ആ ഒരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് മാർക്കറ്റിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സവാള, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളിയും കാണുന്നുണ്ട്. വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളി ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ ലോഡ് വന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ലോഡ് ചെയ്യുന്ന കണ്ടോ, വെയിറ്റ് ഒക്കെ എടുത്ത് ലോഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഉരുളക്കിഴങ്ങ് കർഷകർ കൊണ്ടുവന്നിട്ട് ഇല്ലേ മാത്യു, എന്താണ് നടക്കുന്നത്? നമുക്കിപ്പം സവോളയാണെന്ന് തോന്നുന്നു ഇവിടെ മെയിനായിട്ട് കർഷകർ കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ നിന്ന് ലോഡ് വന്ന സാധനം ലേലം വിളിച്ച് ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വണ്ടിയൊക്കെ കയറ്റുന്നുണ്ടോ അവിടെ? അത് മധ്യപ്രദേശിൽ നിന്ന് വന്ന ലോഡാണ്. അവിടെ വെച്ച് അവന്മാർ തൂക്കുന്നു, പുറത്തിടുന്നു, ലേലം വിളിച്ച് വില ഉറപ്പിക്കുന്നു. കമ്മീഷൻ ഏജൻറ്റുമാർ സംഗതി നേരെ കയറുന്നു. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ലേലം വിളിയാണേ. ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക. ലേലം വിളി വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് എടുത്തിട്ട് അവരിത് ലോക്കൽ മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണിത്. വെയിറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് അവര്. भाववाढ येईल पण आम्हाला आता लागू नाही झाली. आमची पाठीमागची भाववाढ लागू नाही झाली. ठीक आहे, भाववाढ झाली पाहिजे. ठीक आहे. पाहिजे ഇവര് പറയണ ഒന്നും മനസ്സിലാവണല്ല ഗൈസ്. ഇവര് മറാഠിയാന്ന് തോന്നൂല്ലേ പറയണേ. മറാഠി പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. എല്ലാം ആ എന്ന് പറയാൻ രക്ഷയുള്ളൂ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ചെറിയ പൊട്ടറ്റോസ് ഉണ്ടോ, പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. ചെറുത്, വലുത്. ഇത് കണ്ടോ, തീരെ കുഞ്ഞു പൊട്ടറ്റോസ്. ഉരുളക്കിഴങ്ങ് ചെറുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സവാള ഉണ്ടോ, നമ്മുടെ നാട്ടിൽ വരുന്ന സവാള. ഈ സവാള നോക്കി, ഇതിനകത്ത് കറുപ്പോ അങ്ങനെയുള്ള ഒരു സാധനമില്ല. നല്ല സൂപ്പർ സവാള നോക്കി, അടിപൊളി. നമ്മുടെ നാട്ടിൽ വരുന്ന മുഴുവൻ കറുപ്പും ഇതൊക്കെ ആയിരിക്കും. ഇതാണ് ഒറിജിനൽ സവാള. നമ്മുടെ നാട്ടിൽ വരുന്നതൊക്കെ ഇതിൻ്റെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞാണ് ഫ്രണ്ട്സ്. ഈ സവാളയാണ് നാസിക്കിൽ ഉണ്ടാവുന്നത്. ഇത് നാസിക്കിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് ഇവിടെ നിന്ന് കയറി പോകുന്നത് 24 രൂപയ്ക്കാണ് ഈ സവാള കയറി പോകുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി കേട്ടോ. ഇത് പല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. 24 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കയറി പോകുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് ഇൻഡോറിൽ നിന്ന് വരുന്നതാണ്. ഇത് ഇവിടെ 18 രൂപ അല്ലേ? 18 രൂപ കിലോയ്ക്കാണ് ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതെല്ലാം നല്ല ഫ്രഷ് സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് ഒത്ര സമയം എടുത്ത് വരുന്നതുകൊണ്ടായിരിക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഭയങ്കര ഫ്രഷാണ്. ഇത്രയൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കണ്ടു, സവാള കണ്ടു, കുറച്ച് വെളുത്തുള്ളി ഉണ്ട് മാത്യു. ഇവിടെ വെളുത്തുള്ളിയുടെ മധ്യപ്രദേശിലല്ലേ. ഇവിടെ ഇപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാസിക്കിലെ മാർക്കറ്റിലെ വിശേഷങ്ങൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ നാസിക്കിലെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ലസൽഗോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ നാസിക്കിന് ദ വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നും കൂടെ ഒരു പേരിൽ അറിയുന്നുണ്ട്. അത് വിക്കിപീഡിയ അടിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മുന്തിരിത്തോട്ടങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. അത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയണത് നമുക്ക്. വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നും കൂടെയും ഒരു പേരിൽ അറിയപ്പെടുന്നതാണ് വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരത്ത് ഈ മാർക്കറ്റിൻ്റെ വേറൊരു ഭാഗത്തെത്തി. ഇവിടെയും നമുക്ക് ഉരുളക്കിഴങ്ങും ഉള്ളി, വെളുത്തുള്ളി, സവാള, ഈ 3 ഐറ്റംസേ കാണാനുള്ളൂ. വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഇതാണ് മെയിനായിട്ട് അപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനകത്ത് സവാള മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. മറ്റേതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലെസ്ഗോണിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഗോതമ്പ് പാടം കേട്ടോ. ഇത് ഗോതമ്പ് പാടം ഇത് കംപ്ലീറ്റ് ഗോതമ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ നാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വൈനിൻ്റെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് വൈനിൻ്റെ ഇതൊക്കെ കണ്ടായിരുന്നു, ഇൻഡസ്ട്രിയും കാര്യങ്ങളും. ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ, ഒരുപാട് മുന്തിരിത്തോട്ടമുണ്ട്. സവാളയുണ്ട്, മുന്തിരിയുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പാടം കണ്ടു. ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് മുന്തിരിത്തോട്ടമാണ്. ഇതേ അവിടെയൊക്കെ മുന്തിരിത്തോട്ടമാണ്. ഇപ്പോൾ സവാളയുടെ ഇത് കണ്ടില്ല, പോകുന്ന റൂട്ടിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണുവാണെങ്കിൽ നമ്മളത് എടുക്കാം. അപ്പോൾ പിന്നെയും യാത്ര. ഫ്രണ്ട്സ്, അപ്പം നമുക്കങ്ങനെ സവാളത്തോട്ടം കിട്ടിയേക്കാം കേട്ടോ. സവാളപ്പാടം. ഇത് സവാളയാണിത്, കംപ്ലീറ്റ് സവാള ആയായിരുന്നു ചേട്ടാ. ये जो है ये प्याज का बिजई है। हाँ, ठीक है। इसको हिंदी में रोग बोलते हैं और मराठी में भी रोग बोलते हैं। रोग बोलते हैं, केरला में इसको क्या बोलते हैं मालूम नहीं। सवाला। ये अभी ये प्याज का प्लांटेशन चालू है। ओ, यहाँ से इसको उखाड़ लेने का, इधर से उठा के उधर प्लान करेगा. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ മുളപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇത് പറിച്ച് നേരെ സവാളപ്പാടത്തിൽ കൊണ്ടുപോയി നടുവാണ്. അപ്പം നമുക്ക് അതിൽ കൂടെ ഇതർ സേ ജാ സക്താ ഹൈ നാ പീച്ചെ. ടീക്ക്. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് വരെ നടന്നു നോക്കാം. ഉണ്ടോ, വെള്ളം പോകാൻ പൈപ്പ് ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ കണ്ടോ, ഇത് ഇവിടെ നമ്മൾ തൈ മുളപ്പിക്കുകയാണ്. ഈ തൈ മുളപ്പിക്കുന്നതിന് 60 ദിവസം സമയമെടുക്കും. ഈ 60 ദിവസം കഴിയുമ്പോൾ അവിടെ കൊണ്ടുപോയി നടും. നമുക്ക് അവിടെ ചെല്ലാം. അത് 100 ദിവസം എടുക്കും. 100 ദിവസം കഴിയുമ്പോഴാണ് ഈ സവാള വിളവെടുക്കുന്നത്. മൊത്തം 160 ദിവസമാണ് വിളവെടുക്കുന്നത്. അളിയ എന്തായിരുന്നു നേരത്തെ കാണിച്ച അളിയ? വിത്ത് പറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന. നമുക്ക് ഇത് പറിച്ച് റെഡിയാക്കിയേക്കുന്ന കാണാം. വേറെ ട്രെയിൽ കണ്ടോ, ഇതാണ് മുളയ്ക്കുന്നത്. ഇത് 60 ദിവസം ആകുമ്പോഴാണ് ഈ ലെവലിലെത്തുന്നത്. 60 ദിവസം ആയി കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത് അവിടെ കൊണ്ടുപോയി നടും. ഇതാണ് സവാളയുടെ തൈ. ഇതിവിടെ മുളപ്പിച്ചിട്ട് അവിടെ പോയി നടും. നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാവേ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിറച്ചും ഈ കാർട്ടൺ നിറച്ചും സവാളയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നടും. കണ്ടോ, ചേച്ചിമാർ അവിടെ നടന്ന് കണ്ടോ, ഇവരിങ്ങനെ നടുവാണ്. അപ്പോൾ നേരത്തെ അവിടെ മുളപ്പിക്കുന്ന അടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലേ, ആഴ്ചയിൽ 2 പ്രാവശ്യവും. ഇവിടെ 10 ദിവസത്തിൽ ഒരു തവണയും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്, വെള്ളം കയറ്റി വിടുന്നതിൻ്റെ കണക്ക്. നിങ്ങൾ കണ്ടോ, ഇവിടെ മുഴുവൻ ഇത് വിരിച്ചിട്ടേക്കാണ്. ഇങ്ങനെ വിരിച്ചിട്ട് തന്നെയാണ് നടന്നതെന്ന് തോന്നുന്നു. അങ്ങ് അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ അവരങ്ങനെ നട്ട് പോരുന്നതാണ്. കണ്ടോ, ഇത് അങ്ങ് അവിടം വരെ ഉണ്ട് പാടം. വലിയ പാടമാണേ, സവാളപ്പാടം കേട്ടോ, സവാളപ്പാടം. ചേച്ചിമാര് നടുന്ന കണ്ടോ. അപ്പുറം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇവർ നട്ട് വരുമ്പോൾ അപ്പുറം വെള്ളം ഒഴിക്കും. കണ്ടോ, സവാള കൃഷി കേട്ടോ. ഇത് നമ്മുടെ രാഹുൽജിയാണ്. ആളുടെയാണ് ഈ ഏരിയയൊക്കെ. ആള് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാറുണ്ട് കേട്ടോ. കേരളത്തിൽ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ സിലിണ്ടർ കൊണ്ട് കൊച്ചിയിലും കോഴിക്കോടൊക്കെ വരാറുണ്ട്. പുള്ളി നമ്മളോട് സംസാരിക്കും. कैलिकट आता था, कोचीन। क्या सिलेंडर से सिलेंडर लेके इंडियन ट्रांसपोर्ट का काम करता था ना। ओके, मेरे खुद की गाड़ी थी ना। ठीक है। अंगूर, हाँ, प्याज,
और मौसम्बी। अंगूर का बहुत नासिक डिस्ट्रिक्ट फेमस है। अंगूर ഈ വൈൻ वो ये नासिक वही तो अंगूर से बनती है। ठीक है ठीक है ठीक है. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സവാളത്തോട്ടമൊക്കെ കണ്ട് പയ്യെ യാത്ര തുടരുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേ കണ്ടോ ഉള്ളി പാക്ക് ചെയ്തു. ഉള്ളി അവർ കൃഷി നടത്തി വിളവെടുത്തിട്ട് ഉള്ളി പാക്ക് ചെയ്യാണ്. ദേ ഉള്ളി പാക്ക് ചെയ്യുന്ന സീനാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ് ഉള്ളി ചാക്കിലേക്ക് ആക്കുകയാണ്. അത് അവിടെ വെച്ചിട്ടാണ് അവർ സോർട്ട് ചെയ്ത് നേരെ ചാക്കിലേക്ക് ആക്കുന്നത്. ഉള്ളി ചാക്കിലേക്ക് ആക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ വൈൻ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് ഫസ്റ്റ് വൈൻ ഇൻഡസ്ട്രിയൽ ഏരിയയും ഇന്ത്യാസ് ഫസ്റ്റ് വൈൻ ഇൻഫോർമേഷൻ സെൻറ്ററും ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് കാണുന്നത്. നമ്മളിവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയി അവർ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ഇടുന്നത്. കാരണം അത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാനതൊരു വേറെ ഒരു സെപ്പറേറ്റ് കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ലസൽഗാവ് ടൗണിലെത്തി. ഇവിടെയാണ് ഫേമസ് ഓണിയൻ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പയ്യെ ഇനി ഓണിയൻ മാർക്കറ്റ് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ലസൻഗാവിലെ ഉള്ളി മാർക്കറ്റ്. ഉള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണിപ്പോൾ. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് കയറാം. ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കണ പോലെ അല്ല, ഭയങ്കര വലിയ മാർക്കറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പോൾ. ഇവിടെ ചോളമുണ്ട്. ചോളമാണ് ഇവിടെ ഫുൾ ഇട്ടേക്കുന്നത്. ഈ സൈഡിൽ ചോളവും ഈ സൈഡിൽ ഉള്ളി മാർക്കറ്റും കണ്ടോ. ട്രാക്ടറിൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ മാർക്കറ്റാണ്. അവിടെ വെയ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ ബ്രിഡ്ജ് എടുത്തിട്ട് വെയ് ബ്രിഡ്ജിൽ വെയിറ്റ് എടുത്തിട്ടാണ് സാധനം ഇത് ചെയ്യുന്നത്. ഉള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉള്ളി മാർക്കറ്റാണ്. നിറച്ചും ഉള്ളിയാണ്. നിറച്ച് ഉള്ളി. വണ്ടികളെല്ലാം ഉള്ളി ഇതേ വെയ് ചെയ്യാൻ വേണ്ടി വന്നേക്കണെയാണ്. ഇതിനകത്തൊക്കെ ഉള്ളി ഉണ്ടാവും. കംപ്ലീറ്റ് ഉള്ളിയാണ്. ഇവിടെയൊക്കെ കണ്ടോ നിലത്ത് മുഴുവൻ ഉള്ളിത്തൊണ്ടും. ഉള്ളി മാർക്കറ്റ് കേട്ടോ. ഉള്ളി മാർക്കറ്റ് ലസൽഗാവിലെ ഉള്ളി മാർക്കറ്റ്. അടിപൊളി. നാസിക്കിലെ ഉള്ളി മാർക്കറ്റിൽ നമുക്ക് ടൈം വേറെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ടൈമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണ് അവർ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അവിടെ ലേലം വിളി നടക്കുന്നുണ്ട്. അവിടെ ലേലം വിളി നടക്കുക. ഈ സൈഡിൽ കംപ്ലീറ്റ് ഉള്ളികൾ ഇട്ടേക്കുന്നു. ഉള്ളി മാർക്കറ്റ് കേട്ടോ. സംഭവം അവിടെ കയറ്റി വെയിറ്റ് ചെയ്യും. സ്ലിപ്പുമായിട്ട് അവരോട് വന്നു. ഓക്കെ. ഉള്ളി മാർക്കറ്റ്. അതെ, നമ്മുടെ അവിടെ നാട്ടിൽ 50 രൂപ വില. 50 ഇപ്പം എത്രയാണോ? 80 എങ്ങാണ്ടായിരുന്നു വരുമ്പോൾ. ഇപ്പോൾ വില തന്നു തോന്നുന്നു. വരുമ്പോൾ 80 എങ്ങാണ്ടായിരുന്നു. ഇവിടെ വെറുതെ ഇട്ടേക്കുക. നമ്മുടെ അവിടെ വരുന്ന ക്വാളിറ്റി ഇവിടെ വെറുതെ ഇട്ടേക്കുന്ന നിലത്ത്. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ വരുന്ന ആ ക്വാളിറ്റി ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് കിടക്കുന്നത് ഫുള്ള്. കണ്ടോ ലേലം വിളി കണ്ടോ? ആൾക്കാർ നിന്ന് ലേലം വിളിക്കണേ. അതൊക്കെ നിറച്ച് സാധന. ലേലം വിളി. ഉള്ളി ലേലം വിളി കേട്ടോ. ഉള്ളി ലേലം വിളി. ലേലം വിളി നടക്കാനായിട്ട് ആൾക്കാർ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചോളത്തിൻ്റെ മാർക്കറ്റ് ഉണ്ട്. ചോളം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ കൂട്ടിയിടും. എന്നിട്ട് അവിടെ നിന്ന് ചാക്കിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചോളത്തിൻ്റെ മാർക്കറ്റാണ് അവിടെ. അപ്പോൾ പയ്യെ ഞാൻ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ടേ അവിടെ അവർക്ക് അത്ര സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ക്യാമറ DSLR ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ പയ്യെ ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഗേറ്റിന് പുറത്ത്. വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. നമ്മുടെ ഉള്ളി മാർക്കറ്റിലെ പുറത്തെ ബോർഡ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങടാ മാത്യു യാത്ര? ഇനി
നമ്മൾ അതിന് ഔറംഗാബാദ് റൂട്ട്. അപ്പോൾ ഇനി ഔറംഗാബാദ് റൂട്ടിലാണ് യാത്ര. അപ്പോൾ യാത്ര തുടരുന്നു, കാഴ്ചകൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ നിർത്തി ഒരു വടാപ്പാവ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വടാപ്പാവിൻ്റെ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വടാപ്പാവല്ലേ കഴിക്കണേ? ഞങ്ങൾ കഴിക്കാൻ കയറിയ ഈ വടാപ്പാവ് സെന്റർ വളരെ ശോകമാണ്, പരിതാപകരമാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ കഴിച്ചോടത്തൊക്കെ. നോർമൽ ബർഗർ പോലെ ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇതെടുത്ത് ഇങ്ങനെ വെച്ച് അതിനോട് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചട്നിയൊക്കെ വെച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിശാലാലയം പറയുന്ന പ്രകാരം ഇത് ശരിക്കും ഇങ്ങനെയല്ല. ഇവിടുത്തെ സ്റ്റൈല് വടാപ്പാവ് ഇങ്ങനെയല്ല, ഞങ്ങൾ കഴിച്ചിട്ടുള്ളതൊക്കെ വേറെ സ്റ്റൈലിലാണെന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് ഒരു ബണ്ണ്, ഇതൊരു വടാപ്പാവ് എന്ന് പറയുന്ന സാധനം ഇതായിരിക്കും. ഇത് പാവെന്ന് പറഞ്ഞാൽ ബണ്ണ്. പാവെന്ന് പറഞ്ഞാൽ ബണ്ണ്, ഇത് വട, ഒരു ചട്നി, ഒരു മുളക്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇനി എങ്ങനെയുണ്ട്? ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തത് പറഞ്ഞ ട്രൈ ചെയ്യുന്നുണ്ട് പാവട. ചട്നി ഇട്ട് കൊടുക്കുന്നു. ചട്നി ഇട്ട് തരുന്നു. മുളക് വറുത്ത് തന്നെ ഉണ്ടോ? നിതിൻ. അപ്പോൾ അറിയാവുന്ന ഇതിന് റിവ്യൂ ഒന്നും തരികയില്ല, റിവ്യൂസ് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. അപ്പോൾ അളിയൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യമായിട്ടാണല്ലോ കഴിക്കണേ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം, ചെറിയ സ്നാക്സ് കഴിച്ചു. ഇനി നമ്മൾ ഔറംഗാബാദിലേക്കുള്ള യാത്ര തുടരാണ്. അപ്പോൾ ഇനി കാഴ്ചകൾ കാണാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഔറംഗാബാദ് സിറ്റിയിൽ എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 4 കിലോമീറ്റർ നമ്മുടെ കറക്റ്റ് ഉള്ളിലേക്ക്. ഇപ്പോൾ സമയം ഏതാണ്ട് 7:30 സമയമായി. അപ്പം നമ്മളിനി ഏതെങ്കിലും പമ്പ് നോക്കണം, സൈഡാക്കണം. എഡിറ്റിങ് നടക്കുന്നു, യാത്ര നടക്കുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണാം. അപ്പോൾ ഈ ഔറംഗാബാദിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സിറ്റി ഓഫ് ഗേറ്റ്സ്. ഇത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 52ഓളം ഗേറ്റുകളുണ്ട് ഈ ഔറംഗാബാദിൽ. അതിന് എല്ലാത്തിനും അതിൻ്റേതായ ഓരോ കഥകൾ പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയത് ബക്കൽ ഗേറ്റ് ആണ്. അപ്പോൾ നാളെ നമ്മുടെ യാത്രയിൽ ഏതെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ശ്രമിക്കാം നമ്മൾ. അപ്പോൾ ഇനി യാത്ര നേരെ ഏതെങ്കിലും ഒരു വണ്ടി ഇടാനുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സമയം 7:30. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഔറംഗാബാദ് നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന പെട്രോൾ പമ്പ് ഇതാണ്. ആ വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നു. കുക്കിങ് നമ്മൾ ഇതിന് പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യണം, അവിടത്തേക്ക് കാണിക്കാം. പുറത്ത് നമ്മൾ പമ്പിന് പുറത്താണ് ചെയ്യണേ. പിന്നെ ഈ പമ്പിൽ കിടക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് 70 രൂപ വാങ്ങിച്ചു. 70 രൂപ ഈ പമ്പിൽ കിടക്കാൻ. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് 70 രൂപ കൊടുത്താലേ കിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ 70 രൂപ കൊടുത്തു, കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഭക്ഷണം ഉണ്ടടുത്തേക്ക് പോവാം. ഭക്ഷണം നേരെ ഞങ്ങൾ പമ്പിന് അപ്പുറത്ത് ഒരു പറമ്പുണ്ട്. അപ്പോൾ അവരോട് ഇവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു, വെച്ചോളാൻ പറഞ്ഞു. അതങ്ങനെ കമ്പിവേലിയൊക്കെ ചാടണം. അപ്പോൾ ഇന്ന് കഞ്ഞിയും അച്ചാറുമാണ് അപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് പച്ചക്കറിയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ കഞ്ഞി അച്ചാറുമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ചോറ് കഴിച്ചു. ചോറും അച്ചാറും. വേറെ കറി ഉണ്ടാക്കാനായിട്ട് കറി ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, വാങ്ങിക്കാനൊന്നും കിട്ടിയില്ല, ഇവിടെ അടുത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ടെൻറ്റ് നിവർത്തിയിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റ് നിവർത്തി എല്ലാം ബാക്കി 3 പേര് അതിനകത്ത് കയറി ഓൾറെഡി കിടന്നു. ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്ന കാരണം ഒന്ന് റെൻഡറിങ്ങിന് ഇട്ടേക്കാണ്. അത് കഴിഞ്ഞ് ഞാനും മേളിൽ കയറി ഉറങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.